രാജ്യസുരക്ഷ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് 1 ലക്ഷം കോടിയുടെ ആയുധ കരാറിന് ഇന്ത്യ. കര, നാവിക, വ്യോമസേനകൾക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങാനാണ് തീരുമാനം. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കുമാണ് മുൻഗണന നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ പർച്ചേസിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. നേരത്തെ 2000 കോടി രൂപയുടെ പ്രതിരോധ കരാറിന് അനുമതി നൽകിയത് കൂടാതെയാണ് 1 ലക്ഷം കോടിയുടെ ആയുധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. കരാറിന്റെ ഭാഗമായി ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന തദ്ദേശീയ മിസൈൽ സംവിധാനം സജ്ജീകരിക്കും. ഇവ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വ്യോമസേനയ്ക്കായി 3 ചാരവിമാനങ്ങൾ വാങ്ങാനും പദ്ധതിയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ കണ്ടെത്തുന്നതിനും തകർക്കുന്നതിനുമായി മൂർ മൈനുകൾ വാങ്ങാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള സുഖോയ് 30 വിമാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും തുക മാറ്റും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നിർമ്മിത തദ്ദേശീയ ആയുധങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ സാഹചര്യത്തിലാണ് തദ്ദേശീയ ആയുധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.